everyone, welcome to Kids Area Online. Kids Area Online കുട്ടികൾക്കായിട്ട് ഏപ്രിൽ 1 മുതൽ വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. ഏപ്രിൽ 1-നാണ് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ, വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഇവിടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ബേസിക് ക്ലാസ് ഉണ്ട്. അവിടെ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ക്ലാസ്സുകളുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്, കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഗ്രാമർ ക്ലാസ്. അത് ഉപയോഗിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കുട്ടികൾക്കായിട്ടുണ്ട്. 1-ാം ക്ലാസ് മുതൽ 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കായിട്ട് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നു. UKG-യിലോട്ട് പോകുന്ന കുട്ടികൾക്ക് UKG പ്രിപ്പറേഷൻ ക്ലാസ്, ലെറ്റേഴ്സ്, നമ്പേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. മാത്സ് ബേസിക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതുപോലെ മലയാളം, ഇംഗ്ലീഷ് എക്സാം പ്രിപ്പറേഷൻ 3-4 ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്ന കുറച്ച് മെയിൻ ടോപ്പിക്സ് ഉണ്ട്. നിവേദനം തയ്യാറാക്കുക, അതുപോലെ വിവരണം എഴുതുക, കോൺവെർസേഷൻ, ഡയറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ് മലയാളം, ഇംഗ്ലീഷ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്. അതിന് പുറമെ കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷൻ വർക്ക്ഷീറ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഒത്തിരി വർക്ക്ഷീറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, പിരിച്ചെഴുതാം. എങ്ങനെ പിരിച്ചെഴുതാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കി, ചെഞ്ചുണ്ട്, 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 ചെഞ്ചുണ്ട്. അത് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? ചുണ്ട് എന്നത് പ്രത്യേകിച്ച് വരും, ചെം എന്നത് പ്രത്യേകിച്ച് വരും. ഓക്കെ, ചെം ചുണ്ട്, ചെം പ്ലസ് ചുണ്ട്, ചെഞ്ചുണ്ട്. പക്ഷിച്ചിറക്, ഇവിടെ പക്ഷി ചിറക് രണ്ടും 2 വാക്കാണ്. അപ്പോൾ ഇവിടെ ഒരുമിച്ച് വന്നപ്പോൾ അത് കൂട്ടക്ഷരമായി. എന്നാൽ പിരിച്ചെഴുതുമ്പോൾ എന്താകും? കൂട്ടക്ഷരം മാറി വ്യഞ്ജനാക്ഷരം ചായാവും. പക്ഷി ചിറക്, പക്ഷി പ്ലസ് ചിറക്, പക്ഷിച്ചിറക്. ചെഞ്ചായം, ഇവിടെ നോക്കിയേ, ഇഞ്ച എങ്ങനെയായി? ചെം ചുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ചെഞ്ചായം, ചായം പ്രത്യേകിച്ച് പോകും, ചെം ഒരുമിച്ച്, ചെം ചായം. ഓക്കെ, ചെഞ്ച് അത് വരുന്നതെല്ലാം ചെം, അടുത്ത അക്ഷരം ചെഞ്ചായം, ചെഞ്ചുണ്ട്. ഓക്കെ, അടുത്ത് വരുന്ന വാക്ക് പച്ചപ്പന്തൽ. അടുത്ത് വരുന്ന വാക്കാണ് പച്ചപ്പന്തൽ. ഓക്കെ, പച്ചപ്പന്തൽ, പച്ചപ്പന്തൽ, പച്ച പന്തൽ രണ്ടും 2 വാക്കാണ്. അപ്പൊ 2ാമത്തെ വാക്ക് എന്ത് ചെയ്ത് വന്നിരിക്കുന്നു? ഇരട്ടിച്ച് വന്നിരിക്കുന്നു, കൂട്ടക്ഷരം. അതിനെ കൂട്ടക്ഷരം അല്ലാതെ വ്യഞ്ജനാക്ഷരമാക്കുക. പച്ച പന്തൽ, പച്ച പ്ലസ് പന്തൽ. ഇനി ഇവിടെ മഴവില്ലാർന്ന, മഴവില്ല് എന്നൊരു വാക്കുണ്ടല്ലേ, അപ്പൊ അതിനോട് എന്താണ്? ഒരു ആ ചിഹ്നം കൊടുത്ത് ആയുടെ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. ഏത് ചിഹ്നമാണ്? മഴവില്ല് എന്നൊരു വാക്കുണ്ട് ഇവിടെ. അതിനോടൊപ്പം എന്ത് ചെയ്തിരിക്കുന്നു? ആർന്ന, ആ ചിഹ്നം. അപ്പോൾ നമ്മൾ ആ ചിഹ്നം എന്തിൻ്റെതാണ്? ഇതിൻ്റെതാണ് ആ ചിഹ്നം. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ചിഹ്നം മാറി അവിടെ അതിൻ്റെ അക്ഷരം വരുന്നു. മഴവില്ല് എന്നൊരു വാക്ക് നമുക്കറിയാം, മഴവില്ല്. ഈ ആ ചിഹ്നത്തിന് എന്താക്കി എഴുതി? ആ അക്ഷരമാക്കി എഴുതി, ആർന്ന. ഓക്കെ, മഴവില്ല് ആർന്ന, മഴവില്ലാർന്ന. ഇനി ചെമ്പട്ട്, ചെമ്പട്ട്, ഇവിടെയും എന്താണ്? ചെം പട്ട്, ചെം പട്ട്, ചെമ്പട്ട്. മനസ്സിലായോ? പിരിച്ചെഴുതാൻ മനസ്സിലായോ? 3 രീതിയിലുള്ളത് പഠിച്ചു. ചെം വരുന്നത് പഠിച്ചു. ഇവിടെ കൂട്ടക്ഷരം വരുന്നത് കൂട്ടക്ഷരം അല്ലാതായി മാറുന്നത് പഠിച്ചു. ഇവിടെ അക്ഷരം, ചിഹ്നം എന്തായി മാറി? അതിൻ്റെ അക്ഷരമായിട്ട് മാറി. ഓക്കെ, 3 രീതിയിലുള്ള പിരിച്ചെഴുത്തുകൾ നമ്മൾ ഇവിടെ നോക്കി. അടുത്തുള്ളതാണ് കഥകളി. കഥകളിയിലെ വേഷങ്ങളാണ്. പച്ച, കത്തി, താടി, കരി, മിനുക്ക്. ഏതൊക്കെയാണ്? പച്ച, കത്തി, താടി, കരി, മിനുക്ക്. ഇതെല്ലാം എന്തിലെ വേഷങ്ങളാണ്? കഥകളിയിലെ വേഷം. പച്ച എന്ന് പറയുന്നത് എന്താണ്? കഥകളിയിലെ ഏറ്റവും നല്ല വേഷം, നല്ല ആൾക്കാർക്ക് നൽകുന്ന വേഷമാണ് പച്ച. ധർമ്മപുത്രർ, നളൻ, അർജുനൻ, ഇങ്ങനെ നല്ല വേഷങ്ങളാണ്. എന്താ? നല്ല വേഷം ആർക്കാണ്? പച്ചയ്ക്കാണ്. ഓക്കെ, കഥകളിൽ ഏറ്റവും സുന്ദരമായ വേഷം എന്നറിയപ്പെടുന്ന പച്ചയാണ്. നല്ല ധീരോത്തന്മാരുടെയും സ്വാത്വിക സ്വഭാവമുള്ളവരുടെയും നല്ല നല്ല ആൾക്കാർക്ക് നൽകുന്ന വേഷമാണ് പച്ച. ഇനി കത്തി, കത്തി ആർക്കാ കൊടുക്കുക?
രാജോഗുണ പ്രധാനികളായ കഥാപാത്രങ്ങൾ. രാജോഗുണ പ്രധാനി, രാജാവിന് ആ ഒരു രാജോഗുണ പ്രധാനികളായ കഥാപാത്രങ്ങൾക്കാണ് കത്തി. രാവണൻ, കീചകൻ ഇങ്ങനെയുള്ളവർക്കാണ് രാജോഗുണ പ്രധാനികൾക്കായ കഥാപാത്രങ്ങൾക്കാണ് കത്തി. ഓക്കെ. താടിവേഷം ആർക്കാണ്? ദുഷ്ട കഥാപാത്രങ്ങൾക്കാണ് താടിവേഷം. ദുശാസനൻ, ഭഗൻ ഇവർക്കൊക്കെ ദുഷ്ട കഥാപാത്രങ്ങൾക്ക് താടി. ഇനി കരി. കരി എന്ന് പറഞ്ഞ ക്രൂര സ്വഭാവികളായ വനചാരികൾക്ക്, രാക്ഷസന്മാർക്ക്, കിരാതകന്മാർക്ക്, അതിന് കാട്ടാളൻ പോലെയുള്ള അവർക്കൊക്കെയാണ് എന്താ കൊടുക്കുക? കരിവേഷം. ക്രൂര സ്വഭാവികൾക്കായ വനചാരികൾക്ക്, രാക്ഷസന്മാർക്ക്, കിരാതന്മാർക്കൊക്കെ എന്താണ്? കരിവേഷമാണ്. മിനുക്ക്. മിനുക്ക് ആരുടെ വേഷമാണ്? സ്ത്രീകൾ, മുനിമാർ, ബ്രാഹ്മണർ തുടങ്ങിയവർക്ക് നൽകുന്ന വേഷമാണ് മിനുക്ക്. സ്ത്രീകൾ, മുനിമാർ, ബ്രാഹ്മണർ ഇവർക്കുള്ള വേഷം ഏതാ? മിനുക്ക്. അങ്ങനെ 5 വേഷങ്ങൾ നമ്മൾ നോക്കി. പച്ച, കത്തി, താടി, കരി, മിനുക്ക്. ഓക്കെ. താടി ദുഷ്ട കഥാപാത്രങ്ങൾക്കാണ് കേട്ടോ. കരി രാക്ഷസന്മാർക്കും കിരാതന്മാർക്കും ക്രൂര സ്വഭാവമുള്ളവർക്കാണ് കരി. ഇനി സ്ത്രീകൾ, മുനിമാർ, ബ്രാഹ്മണർ ഇവർക്ക് മിനുക്കാണ്. രാജോഗുണ പ്രധാനത്തിന് ആർക്കാണ്? കത്തി. ഏറ്റവും നല്ല വേഷം പച്ച. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.